നമസ്കാരം. നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രം ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രങ്ങളിലുണ്ട് എങ്കിൽ മഹാഭാഗ്യം തന്നെയാണ് 2025 തേടിയെത്തുക എന്ന് നിസ്സംശയം പറയാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കർമ്മ മേഖലയിൽ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ ഈ സമയം വന്നു ചേരും. എതിർപ്പുകൾ പല കാര്യങ്ങളിലും വന്നു ചേരും എങ്കിൽ പോലും എതിർപ്പുകളുടെ മുനയൊടിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഖ്യം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. ധനപരമായ സ്ഥിരത അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസമാധാനം ജീവിതത്തിൽ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ, ചതി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും ജാഗ്രത അനിവാര്യമാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുന്നതിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വീടിന് ഐശ്വര്യപ്രദമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. തൊഴിൽ ലഭിക്കുക, തൊഴിൽ മാറുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ ഈ സമയം പൊതുവിൽ വീടിനും വീട്ടുകാർക്കും സൗഭാഗ്യം നൽകുവാൻ സാധിക്കുന്നതായ സമയമായി തന്നെ പരാമർശിക്കാം. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. വീട്ടിൽ ഭരണി നക്ഷത്രമുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളുടെ ഭാര്യയുടെ നക്ഷത്രം ഭരണിയാണ് എങ്കിൽ ഭർത്താവിന് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ, കാര്യവിജയങ്ങൾ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വന്നു ചേരാം. വിദ്യാഭ്യാസപരമായി നോക്കുകയാണ് എങ്കിൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം. മത്സര പരീക്ഷകളിൽ പോലും അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കലാമേഖലകളിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ വളർച്ച തുടങ്ങിയ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ചില കാര്യങ്ങൾ ബിസിനസ് പരമായി വന്നു ചേരാവുന്നതാണ്. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുത്തുന്നതായ പ്രശ്നങ്ങളിൽ രമ്യമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും സഹായകരമായി തീരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ദാമ്പത്യ ജീവിതം അനുകൂലമായി ഭവിക്കാം. ഭർത്താവിന് വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും ജോലി ലഭിക്കുവാനോ ജോലി മാറുവാനോ ധനപരമായ ചില നേട്ടങ്ങൾക്കും സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഭർത്താവിന് ഐശ്വര്യങ്ങൾ, പ്രത്യേകിച്ചും തൊഴിൽപരമായും ബിസിനസ് പരമായും നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. നിങ്ങളുടെ ഐശ്വര്യത്താൽ തന്നെ ഭർത്താവിനും കാര്യങ്ങൾ അനുകൂലമായി തീരാം. സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം, തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. തൊഴിൽ തടസ്സങ്ങൾ ഒഴിവായി കിട്ടുവാൻ സാധ്യത കൂടുതലാകുന്നു. രോഹിണി നക്ഷത്രക്കാർക്ക് കാര്യതടസ്സങ്ങൾ അകലുകയും തൊഴിൽപരമായ ഉയർച്ച, സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരും. വസ്തു വിൽപ്പനയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും തൊഴിലിൽ ഉയർച്ച നേടുവാനും തൊഴിൽ മാറുവാനും വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനുമുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനഃശാന്തി ലഭിക്കുന്നതായ സമയമാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വ്യാപാര രംഗത്തും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ചില ചതികൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും.
ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് കുടുംബത്തിനും ഐശ്വര്യം നൽകുവാനും കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത പൊതുവിൽ കൂടുതലുള്ള വർഷം തന്നെയാകുന്നു. പൂയം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പൂയ നക്ഷത്രക്കാരായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. കൂടാതെ ഭർത്താവിന് ഐശ്വര്യം നൽകുവാനും ഭർത്താവിന് ജോലിയിൽ ഉയർച്ച, ജോലി മാറുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏത് പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വയം ചിന്തിച്ച് പോരായ്മകൾ തിരുത്തുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗൃഹനിർമ്മാണത്തിന് അവസരങ്ങൾ വന്നു ചേരാം. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക തടസ്സങ്ങളുണ്ട് എങ്കിൽ അത്തരം തടസ്സങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്യുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചെലവിൽ ഒരല്പം നിയന്ത്രണം വന്ന് ചേരുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ജോലിക്കും പഠനത്തിനും അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള ശ്രമങ്ങൾ വിജയിക്കും. വിദേശത്താണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മാനസികപരമായ ചാഞ്ചാട്ടങ്ങൾ നിയന്ത്രിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം വിദേശത്ത് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. വീടിന് ഐശ്വര്യം നൽകുവാനും വീടിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങൾ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. മകം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഭർത്താവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഭർത്താവിന് വിദേശത്തോ നാട്ടിലോ തൊഴിൽ ലഭിക്കാം. തൊഴിൽ മാറാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഭർത്താവ് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. ഇത്തരത്തിൽ ഭർത്താവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മകം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കും. നിശ്ചയദാർഢ്യം വന്നു ചേരും. സ്ഥിരോത്സാഹം വന്നു ചേരും. സഹനശീലം അല്പം വർദ്ധിക്കാവുന്നതാണ്. കൂടാതെ സാഹചര്യങ്ങൾ അനുകൂലമാക്കുകയും ധനപരമായും മറ്റ് നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളിലും നിരാശപ്പെടും എന്ന് തോന്നിയാലും നിരാശപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവായി കിട്ടും. സമ്പാദ്യശീലം വളർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സന്താനപ്രാപ്തി വന്നു ചേരുന്നതായ സമയമാകുന്നു. എന്നാൽ ഈ സമയം പ്രധാനമായും ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തണം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും എങ്കിൽ പോലും ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ആരോഗ്യ കാര്യത്തിൽ അല്പം ഉയർച്ച വന്നു ചേരും. കൂടാതെ ഈ സമയം ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാം. ശുഭവാർത്തകൾ, ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതായ വർഷമായി തന്നെ മാറും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പൂരം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളും ഭർത്താവിനും അനുകൂലമായി ഭവിക്കാം. ഭർത്താവിന് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ ജോലി മാറുവാൻ, ഉയർച്ചയുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് വിദേശത്താണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പങ്കാളിക്ക് ധൈര്യം പകരുവാനും ആത്മവിശ്വാസം നൽകുവാനും സാധിക്കും. കുടുംബത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കും. കൂടാതെ പൂര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് മനഃശക്തിയാൽ ഏതൊരു പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മറികടക്കുവാൻ സാധിക്കും. എതിർ ശബ്ദങ്ങളെ നിങ്ങൾക്ക് തിരസ്കരിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. സന്താനങ്ങൾക്കും ഇത്തരം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. വിവാഹം നടക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഏതൊരു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യതകളുണ്ട്. സമ്പാദ്യശീലം വളർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ബന്ധുക്കളുടെയോ വേണ്ടപ്പെട്ടവരുടെയോ പിന്തുണ ലഭിക്കാം.
കൂടാതെ ഈ സമയം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ആരോഗ്യ കാര്യത്തിലും അല്പം ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരും. തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദേശത്ത് പോലും തൊഴിൽ ലഭിക്കാം. കൂടാതെ ഈ സമയം മനസ്സിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക. അത്തം നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. കാര്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ആത്മാർത്ഥത അംഗീകരിക്കപ്പെടുന്നതായ സമയമാണ്. ബിസിനസ്സിൽ ഉയർച്ച നേടും. സാമ്പത്തിക വളർച്ച വന്നു ചേരുന്നതായ സമയമാണ്. ഭാഗ്യപുഷ്ടി വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. വിദേശത്താണ് എങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളാൽ കുടുംബത്തിന് ഉയർച്ചയും ഐശ്വര്യങ്ങളും വന്നു ചേരാം. ഭർത്താവിന് ജോലി ലഭിക്കുക, ആത്മവിശ്വാസം ലഭിക്കുക, ആത്മധൈര്യം പകർന്നു നൽകുവാൻ സാധിക്കുക, കൂടാതെ പല കാര്യങ്ങളിലും സഹായിക്കുവാൻ സാധിക്കുക. അത്തരത്തിൽ ഭർത്താവിനും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് സന്താനങ്ങൾക്ക് അനുകൂലമായി തീരാം. സന്താനങ്ങൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. മറ്റു വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതായ സഹായം ലഭിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പൊതുവിൽ ഭാഗ്യം കടാക്ഷിക്കുന്നതായ ഒരു സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. മൂലം നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2025. ദൗർഭാഗ്യം ഒഴിഞ്ഞു പോവുകയും ഭാഗ്യം അനുകൂലമായി തീരുകയും ചെയ്യാം. തന്മൂലം കുടുംബത്തിനും കുടുംബക്കാർക്കും അഥവാ ഭർത്താവിനാണ് എങ്കിലും ഉയർച്ച നൽകുവാൻ സാധിക്കും. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പിന്തുണ നൽകുവാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സാധിക്കും. പങ്കാളിക്ക് വിദേശത്താണ് എങ്കിലും നാട്ടിലാണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പല പ്രശ്നങ്ങളും രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. കടബാധ്യതകൾ ഭർത്താവിനെ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാക്കാം. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാണ്. കടബാധ്യതകൾ അതിനാൽ തീർക്കുവാൻ സാധിക്കും. ചുമതലകൾ ഭംഗിയായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. കൂടാതെ വസ്തുക്കളിൽ നിന്നും ആദായം വന്നു ചേരാം. കർമ്മഗുണം അഭിവൃദ്ധിക്ക് കാരണമായി തീരും. തൊഴിലിൽ ഉയർച്ച നേടുക, പുതിയ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ജോലിയിൽ നിരാശപ്പെടുന്നവർക്ക് തൊഴിൽ മാറ്റം അല്ലെങ്കിൽ തൊഴിലിടത്തെ കഴിവ് തെളിയിക്കുവാൻ സാധിക്കും. കൂടാതെ വിദേശത്തേക്ക് പോകുവാനുള്ള ശ്രമങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക. ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. സന്താനങ്ങൾക്ക് വിവാഹം, തൊഴിൽപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾക്കും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളും ഒരല്പം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിന്റെ പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം കാര്യനിർവഹണം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. കൂടാതെ ശത്രുക്കളെ നിശബ്ദരാക്കുവാൻ സാധിക്കും. വലിയ പ്രയത്നങ്ങൾ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങൾക്ക് ഭർത്താവിന് ആത്മവിശ്വാസം നൽകുവാനും നിങ്ങളുടെ ഐശ്വര്യത്താൽ തന്നെ ഭർത്താവിന് ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ഭർത്താവിന് വിദേശത്ത് അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി ലഭിക്കുക, കൂടാതെ ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച വന്നു ചേരുക, കർമ്മ മേഖല വിപുലീകരിക്കുവാൻ സാധിക്കുക, അത്തരം കാര്യങ്ങളും വന്നു ചേരാം. സന്താന ഭാഗ്യം വന്നു ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം ഭാഗ്യം വർദ്ധിക്കുന്ന സമയമായതിനാൽ പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കാം. ധനപരമായ സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെ അകറ്റുവാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സന്താനങ്ങൾക്കും പങ്കാളിക്കും അല്ലെങ്കിൽ കുടുംബത്തിനും സന്തോഷകരമായ നിമിഷങ്ങൾ നൽകുവാൻ സാധിക്കും. വലിയ പദവികൾ തന്നെ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക.
രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. തൊഴിൽ രഹിതരായ വ്യക്തികൾക്ക് തൊഴിൽ ലഭിക്കാം. അത് കുടുംബത്തിലെ അംഗങ്ങൾക്കാണ് എങ്കിലും നിങ്ങളുടെ ഐശ്വര്യത്താൽ തൊഴിൽ ലഭിക്കാം. കൂട്ടുകച്ചവടത്തിൽ ലാഭവിഹിതം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പഠനം, തൊഴിൽ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് വിദേശവാസത്തിന് അല്ലെങ്കിൽ ഭർത്താവിന് കുടുംബത്തിലെ മറ്റൊരംഗത്തിന് വിദേശവാസത്തിനുള്ള യോഗം നിങ്ങളാൽ തന്നെ വന്നു ചേരാം. വിവാഹം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മനക്ലേശങ്ങളിൽ നിന്നും മോചനം വന്നു ചേരുന്നതായ സമയമാകുന്നു. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ ചിന്തകൾ, ടെൻഷനുകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ അച്ചടക്കം നിങ്ങൾക്ക് വന്നു ചേരാം. ചിലവുകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ടെൻഷനുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം അനാരോഗ്യം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉയർന്ന പദവികൾ തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട്. പൊതുവിൽ നിങ്ങൾക്ക് ഈ വർഷം അനുകൂലം തന്നെയാണ്. ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ഭർത്താവിനും കുട്ടികൾക്കും കുടുംബത്തിനും അനുകൂലമായ ഫലങ്ങൾ നിങ്ങളാൽ വന്നു ചേരും. പൊതുവിൽ ഈ സമയം അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക.